ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുമ്പോൾ പാകിസ്ഥാന് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു നീക്കം നടക്കുന്നു. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് താലിബാൻ അവരുടെ സൈന്യത്തെ നീക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമൊക്കെ പാകിസ്ഥാനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഭീകരരെ പാകിസ്ഥാൻ കൊലപ്പെടുത്തി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. 54 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ താലിബാൻ പറയുന്നത് അത് തങ്ങളുടെ സൈന്യമായിരുന്നു എന്നും അവർ അതിർത്തി കടക്കാൻ ശ്രമിച്ചില്ല എന്നുമാണ്. വസീറാസ്ഥാനിലായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇപ്പോഴേതായാലും വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് താലിബാൻ കൂടുതൽ സേനയെ അയച്ചിരിക്കുന്നു. താലിബാൻ പറയുന്നത് തങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും, തിരിച്ചടിക്കുമെന്നാണ്. ഇതോടുകൂടി പാകിസ്ഥാനെ ഇപ്പോൾ വിവിധ തരത്തിലുള്ള യുദ്ധമുഖങ്ങൾ ആണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയുമായുള്ള യുദ്ധമുഖം തുറക്കുമ്പോൾ മറുഭാഗത്ത് താലിബാൻ, അതിനിടയിൽ ബലൂചിസ്ഥാൻ, അവിടെ അക്രമം വ്യാപിക്കുന്നു. ഇതിനിടയിൽ തെഹ്രിക്കെ താലിബാന്റെ ഭീകരരെയാണ് തങ്ങൾ വധിച്ചതെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. ഏതായാലും ഖൈബർ പഖ്തൂൺ മേഖലയിൽ ഈ തെഹ്രിക്കെ താലിബാൻ വലിയ ആക്രമണങ്ങൾ പരമ്പര തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ തെഹ്രിക്കെ താലിബാൻ എല്ലാ പിന്തുണയും നൽകുന്നത് താലിബാനാണ്, അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടമാണ് എന്നാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്തായിരുന്നു 80,000-ഓളം വരുന്ന അഫ്ഗാനിസ്ഥാനികളെ പാകിസ്ഥാൻ പുറത്താക്കുന്ന നടപടികളും തുടങ്ങിയിരുന്നു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് കഷ്ടകാലമാണ്. കഷ്ടകാലം താറുപാച്ചികല്ല, തട്ടുടുത്താണ് വരുന്നതെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.